എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7:30-8 മണി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവർ രണ്ടുപേരും എങ്ങോട്ടേക്കാണ് നടന്നു പോകുന്നതെന്നറിയാം. നമ്മുടെ സ്വന്തം നാട് വിട്ടിട്ട്, അത് സൗദി ആയാലും UAE ആയാലും UK ആയാലും പുറത്ത് ഏതൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്നറിയാം. വെക്കേഷൻ്റെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സ് തന്നെ പറന്നു തുടങ്ങും. ഇവർ രണ്ടുപേരും 3 ദിവസത്തിനകം നാട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളിനകത്ത് പ്രധാനപ്പെട്ട ഒന്നെന്താണ്? അതെ, ഷോപ്പിംഗാണ്. രണ്ടുപേരും ഒരു ടാക്സിയൊക്കെ വിളിച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള വ്യക്തമായൊരു പ്ലാനൊക്കെ എടുത്തിട്ട് പോവുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഇവിടെ നെസ്റ്റോ, ലുലു അങ്ങനെ ഒട്ടനേകം ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഷോപ്പിങ്ങിന് പെട്ടെന്ന് ചാടിക്കയറി ഇറങ്ങാറില്ല. കൃത്യമായിട്ട് ഒരു പ്ലാനിങ് എടുക്കാറുണ്ട്. ഏത് കടയിലാണ് ലാഭം കൂടുതൽ, 2 കടകളിലും അല്ലെങ്കിൽ എല്ലാ കടകളിലും ഏതെങ്കിലും വസ്തുക്കൾക്ക് കുറച്ചധികം പൈസ നമുക്ക് ലാഭം കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് ആവശ്യമെന്ന് തിരഞ്ഞെടുക്കുക. അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ്ങും അറേഞ്ച്മെൻറ്റോടു കൂടിയാണ് എല്ലാ പ്രവാസികളും കടകളിലേക്ക് പോകാറുള്ളത്. അങ്ങനെയാണ് ഇവരിവിടെ വന്നിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ബ്രോഷർ നന്നായിട്ട് വായിച്ച് നോക്കുന്നുണ്ട്. ഈ ബ്രോഷറിനകത്തും അവർ എഴുതിയിട്ടുണ്ട് 10 ദിർഹം, 20 ദിർഹം, 30 ദിർഹം മുതൽ അങ്ങ് 500 ദിർഹം വരെയുള്ള സാധനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കിട്ടും. ഒരു HSE ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ ദിവസവും സേഫ്റ്റി ഇൻഡക്ഷൻ, പെർമിറ്റ്, സൈറ്റ് ഇൻസ്പെക്ഷൻ അങ്ങനെ ഒരുപാട് ജോലികളാണ് നമുക്ക് വരുന്നത്. പക്ഷേ വെക്കേഷനൊക്കെ അടുത്തു കഴിഞ്ഞാൽ തലയിൽ വയ്ക്കുന്ന സേഫ്റ്റി ഹെൽമറ്റിൽ പോലും ഫ്ലൈറ്റ് ടിക്കറ്റിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സത്യം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇദ്ദേഹം ഡ്രൈ ഫ്രൂട്ട്സിനെ വ്യക്തമായിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് എത്ര തരം ഡ്രൈ ഫ്രൂട്ടുണ്ട്, അതിനകത്ത് ഏതാണ് എനിക്ക് ആവശ്യം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എടുക്കുന്നത്. അതാണ് ആ എക്സൈറ്റ്മെൻറ്റ്. നമുക്ക് നമ്മുടെ ഹെൽമെറ്റിനകത്ത് മാത്രമല്ല, എവിടെയും നമുക്ക് ടിക്കറ്റും നാട്ടിലോട്ട് പോകുന്നതും ഇത്തരത്തിലുള്ള മുട്ടായികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മേടിച്ച് നാട്ടിൽ വേണ്ടപ്പെട്ടവർ കൊണ്ട് കൊടുക്കുന്നതാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് അത് നാട്ടിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഡയറി തന്നെയാണ്. തൊട്ട് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഷോപ്പിംഗ് ഒരിക്കലും റാൻഡമല്ല. പ്രോപ്പറായിട്ടുള്ളൊരു പ്ലാനിങ് അതിനാവശ്യമാണ്. അത് അമ്മയ്ക്ക് പെർഫ്യൂം, അച്ഛന് വാച്ച്, കുട്ടികൾക്ക് ചോക്ലേറ്റ്, അങ്ങനെ ഒരു പ്ലാനിങ് എല്ലാവർക്കും കാണും. ഇനി കസിൻസിനാണെങ്കിൽ ബ്രാൻഡഡ് ടീഷർട്ടുകൾ, അതുപോലെ ഫാമിലിയിലുള്ള തരുണീമണികളായിട്ടുള്ള ലേഡീസിനൊക്കെ അവർക്ക് വേണ്ടുന്ന ബ്യൂട്ടി കിറ്റ്സ്, ഹാൻഡ് ബാഗുകൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്താണ് പോകുന്നത്. ഈ കാണുന്ന മുഴുവനും ചോക്ലേറ്റ്സിൻ്റെ സെക്ഷനാണ്. അതിന് പക്ഷേ പ്രായഭേദമന്യേ ഇച്ചിരി ഷുഗറുള്ളവരായ പോലും കഴിച്ചു പോകും. കാര്യം അത്ര രുചികരമാണ് ഇവിടുത്തെ ചോക്ലേറ്റുകളൊക്കെ. ഈ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ കിറ്റ്കാറ്റ് ആയാലും അല്ലെങ്കിൽ ചില മുട്ടായികളും ഇവിടുന്ന് കൊണ്ടുവന്ന മുട്ടായി തമ്മിൽ രുചിക്കൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ക്വാളിറ്റിയിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്ത കാലത്തായിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു ചോക്ലേറ്റായി ദുബായ് കുനാഫ എന്ന് പറയുന്നൊരു ചോക്ലേറ്റ്. ഇതിനകത്ത് ഒരാളുടെ അനിയത്തി എടുത്ത് പറഞ്ഞിരിക്കുന്നത് പുള്ളിക്കാരത്തി ദുബായ് കുനാഫ ചോക്ലേറ്റ് മേടിച്ചുകൊണ്ട് വരണമെന്ന്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഓർത്ത് ഒരു സെറ്റ് തന്നെ പുള്ളി മേടിച്ചിട്ടുണ്ട്. ഇതും അദ്ദേഹത്തിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്യൂടെക്സിൻ്റെ സെറ്റ് നോക്കുക. ഒരു സെറ്റിന് തന്നെ ഏകദേശം ഒരു 12ഓളം ക്യൂടെക്സ് കാണും. അപ്പം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെട്ടെന്നൊരു ദിവസം വന്ന് വാങ്ങുന്നില്ല. ഇതേ കണക്ക് കടകളിൽ വരികയും വീട്ടിലോട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും കടയിലുള്ള സാധനങ്ങൾ. അപ്പോൾ ആ വീഡിയോ കോൾ കാണുമ്പോഴത്തേക്കും നാട്ടിലുള്ളവർ പറയും, ഇന്നത് എനിക്ക് വേണം കേട്ടോ, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നത് അതെനിക്ക് വേണം കേട്ടോ.
അങ്ങനെ കുറേ ദിവസം മുമ്പേ അവർ വീഡിയോ കോൾ ചെയ്ത് ഒരു ധാരണയെടുത്ത് അത് മനസ്സിൽ കുറിച്ചിട്ട് മറന്നു പോകാതിരിക്കാൻ എവിടെയെങ്കിലും എഴുതിയിട്ടിട്ടാണ് ഈ ഓരോ സാധനങ്ങളും മറക്കാതെ വന്ന് വാങ്ങുന്നത്. അതാണ് ഈ ഷോപ്പിംഗ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരു റാൻഡമായിട്ട് ചെയ്യുന്നതല്ല, അതിന് പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണമെന്ന്. അതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇത്ര രൂപയ്ക്ക് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത്ര പൈസയ്ക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഒരിക്കലും ഒരാൾക്കും ആ ഒരു നിശ്ചിത എമൗണ്ട് ഷോപ്പ് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിയും എക്സ്ട്രാ എമൗണ്ടിൽ എപ്പോഴും ഷോപ്പിംഗ് അവസാനിക്കത്തുള്ളൂ. അതൊരു ഷോപ്പിങ്ങിൻ്റെ പൊതു തത്വമാണ്. അത് ഇവിടെയും തെറ്റിയില്ല. ഇവർ രണ്ടുപേരും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം ചെല്ലുമ്പോഴത്തേക്ക് ആ കുഴപ്പമില്ല, ഇച്ചിരി കൂടി ഇരുന്നോട്ടെ എന്നൊരു തോട്ട് വന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. നാട്ടിലോട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റിൽ അളന്നു മുറിച്ചുള്ള ഒരു ഷോപ്പിംഗ് ഒന്നും ഒരിക്കലും നടക്കത്തില്ല. കാര്യം ഇത് നമ്മളവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ആ വാങ്ങുന്ന ആൾക്കാരുടെ ഒരു സന്തോഷവും അതൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അളന്നു മുറിച്ചുള്ളൊരു ഷോപ്പിംഗും നടക്കത്തില്ല. ഈ കടയിലോട്ട് വരുമ്പോൾ ഇവിടെ AC ഉണ്ട്, ഓക്കെ. അപ്പോൾ ഈ AC നിന്നിട്ട് ഷോപ്പിങ്ങൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല അത്തരം പൂശിട്ടൊക്കെയാണ് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തോട്ടിറങ്ങുന്നതാണ് ഏറ്റവും വലിയൊരു ദുസ്സഹമായിട്ടുള്ളൊരു സംഭവം. അതുപോലത്തെ ഹ്യൂമിഡിറ്റി ആയിരിക്കും. കാര്യം ഈ പുറത്തോട്ട് ജസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഷർട്ടും പാൻറ്റും ഒക്കെ ഫുള്ളായിട്ടങ്ങ് ഹ്യൂമിഡിറ്റി കാരണം ഇങ്ങനെ വിയർത്ത് കുളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടിൽ നിന്ന് ഇപ്പം നമ്മുടെ വേണ്ടപ്പെട്ടവർ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോൾ ഇത് വാങ്ങാനായിട്ട് പോകുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ജോലി ഉണ്ടായിരിക്കും. അതിനുശേഷം അവർക്ക് കിട്ടുന്ന കുറച്ച് സമയമായിരിക്കും അവരുടെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാം ഒതുക്കി തീർത്തിട്ട് എപ്പോഴും ടാക്സി എടുത്തിട്ടൊന്നും ആയിരിക്കത്തില്ല പലരും പോകുന്നത്. ചിലർ നടന്നൊക്കെ ആയിരിക്കും കടകളിലോട്ടൊക്കെ പോകുന്നത്. അത് ഹ്യൂമിഡിറ്റിയിലൊക്കെ നടന്നു പോയി അതൊരു സത്യം പറഞ്ഞാൽ അതൊരു ഒരു 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 ടാസ്ക് തന്നെയാണ്, ഒരല്പം പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹ്യൂമിഡിറ്റിയൊക്കെ ഇങ്ങനെ താണ്ടി ഇപ്പോൾ കണ്ടാണ്ടല്ലേ ആ ഒരു കടയിൽ നിന്നിറങ്ങി ഇനി അടുത്ത കടയിലോട്ട് പോവുക. അപ്പോൾ ഈ ചെറിയൊരു ദൂരം നമ്മൾ നടക്കുമ്പം തന്നെ ശരീരം മുഴുവൻ വിയർത്ത് ഒലിച്ച് ഒരു പരുവാവും. അപ്പോഴെല്ലാം മനസ്സിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നാട്ടിലേക്ക് പോകുന്നതിൻ്റെ സന്തോഷം. അത് ഒരിക്കലും കുറയത്തില്ല. അപ്പം നമുക്കൊരു ഇന്ധനമാണ്, ഒരു പ്യുവർലി ഇതെല്ലാം നാട്ടിലോട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മേടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഇന്ധനമാണ്, അതൊരു കിക്കാണ്, അതൊരിക്കലും മായില്ല. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പെർഫ്യൂമൊക്കെ വാങ്ങിക്കുന്നതും അതൊക്കെ സേഫായിട്ട് പാക്ക് ചെയ്യുന്നതും ഒക്കെ ഒരു ചടങ്ങാണ്. അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചോക്ലേറ്റും അല്ലെങ്കിൽ തണുത്ത സിറ്റുവേഷൻ, അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് റൂമിലോട്ട് കൊണ്ടുപോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇത് അലിഞ്ഞു കഴിഞ്ഞാൽ കേടായിപ്പോകും. കേടാവുക എന്നല്ല, ഒരു സുഖം കിട്ടത്തില്ല. അതായത് നോക്കി അവൻ്റെ കാല് കണ്ടോ, കാല് മൊത്തം വിയർത്തൊലിച്ച് പാവം ഒരു പരുവായിട്ടുണ്ട്. അതാണ് ഡൊണാൾഡിൻ്റെ അടുത്ത് ഇങ്ങനെ വിയർപ്പിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പുള്ളി ഒന്ന് വിയർത്ത് കുളിച്ചതിൻ്റെ ഒരു സിഗ്നൽ കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുക ഇവിടെ. ഇത് ലുലുമോളിലാണ്. ഫുഡിങ് ഇച്ചിരി ലാവിഷായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അൽബേക്ക് ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ള 4 പേർക്കുള്ള ബ്രോസ്റ്റഡ് ചിക്കനാണ് ഞങ്ങളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഈ ഷോപ്പിങ്ങും പരിപാടിയും ഹ്യൂമിഡിറ്റിയുമായിട്ടുള്ള മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ച് മുറിയിലോട്ട് വരിക. ഈ മുറിയിൽ വരുന്ന സമയത്തും ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങളിവരുടെ ഡ്രസ്സ് ശ്രദ്ധിച്ചോ? ഇത് ഒരു ദിവസം കൊണ്ടല്ല, 2 ദിവസം കൊണ്ടാണ് ഈ ഷോപ്പിംഗ് തീർത്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം മേടിച്ച കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു, അതിനുശേഷം 2ാമത്തെ ദിവസം ഇറങ്ങിയിട്ടാണ് ഷോപ്പിംഗ് പൂർണ്ണമാക്കിയിരിക്കുന്നത്. അപ്പോൾ എനർജി എത്രത്തോളം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. കാര്യം നല്ല രീതിയിൽ എക്സോസ്റ്റഡ് ആയിട്ടാണ് ഷോപ്പിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അത് മാറ്റാനാണ് ഞങ്ങൾ നേരത്തെ പോയി നല്ല അടിപൊളി ബ്രോസ്റ്റഡ് എല്ലാം കഴിച്ചിട്ട് റൂമിലോട്ട് വന്നിരിക്കുന്നത്. ഇനിയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ പാക്കിംഗ് ആണ്. ഈ സാധനം എല്ലാം നല്ല അടുക്കി ഒതുക്കി
പെട്ടിക്കകത്ത് നല്ല അത്രയൊക്കെ പൂശിയിട്ട്, കാര്യം ഇത് ചെന്ന് തുറക്കുമ്പോൾ നല്ലൊരു മണം അടിക്കണ്ടേ, ആ പരിപാടിയാണ്. പുള്ളിയുടെ പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. വേറെ ആൾ പാക്ക് ചെയ്യാനുള്ളതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് ഒരേ ദിവസമല്ല, ഒരാൾ പോകുന്നതും മറ്റേ ആൾ പോകുന്നതും ഒരു ദിവസത്തെ ഇടവേളയിലാണ്. രണ്ടുപേരും ഒരു ചെറിയ ദിവസത്തെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ ആൾ നാട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. പുള്ളിയുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ ഒരു ടൈമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ്. കാരണം ഒട്ടും നമുക്കിനി ഇവിടെ നിൽക്കാനായിട്ട് തോന്നത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാര്യമാണ്. പാക്കിംഗ് അറേഞ്ച് ചെയ്താണ് വെച്ചേക്കുന്നത്, അതായത് അളന്ന് മുറിച്ചുള്ള അറേഞ്ച്മെൻറ്റ്, കൃത്യമായ ഐഡിയോടുകൂടി ഓരോ സാധനം എവിടെ വയ്ക്കേണ്ടതെന്നുള്ള. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരണു വീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല, അത്ര ക്ലിയറായിട്ടും ക്ലാരിറ്റി ആയിട്ട് വെച്ചേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അനിയത്തിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു കുനാഫയുടെ ചോക്ലേറ്റ് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട അനിയത്തിമാരൊക്കെ ഇതൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളീ പറയുന്ന എല്ലാം ഇങ്ങനെ ചേട്ടന്മാരും ഭർത്താക്കന്മാരൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് അത് കിട്ടുന്ന കടയിൽ പോയി അതിന് നടന്നിട്ടായാലും ഹ്യൂമിഡിറ്റിയിലായാലും ഒക്കെ അവിടെ പോയി മേടിച്ചിട്ട് അവർ നാട്ടിലോട്ട് വരത്തുള്ളൂ. സോ ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് ഡയറി നിങ്ങൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. ആ ഒരു സന്തോഷം ഇപ്പോൾ തന്നെ ആ പെട്ടി അടയ്ക്കുമ്പോൾ ഉള്ള അവൻ്റെ ഒരു മനസ്സിലെ സന്തോഷം അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഈ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അടുത്ത ഒരു വ്ലോഗിൽ ഇതുപോലെ ഞങ്ങളുടെ ചെറിയ ചെറിയ അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് അതെല്ലാം ഇതേപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാമറയിലൂടെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് വ്ലോഗിൽ കാണുന്നവരെ എല്ലാവരോടും നന്ദി, നമസ്കാരം. സോ ടാറ്റ, ബൈ ബൈ.